ഇന്നത്തെ മീൻ കറി ഉണ്ടല്ലോ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. തിരുത എന്ന് പറയുന്ന ഫിഷ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ മീൻ കറി വെക്കുന്നത്. പുട്ട്, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഒരു 8-10 കാശ്മീരി ചില്ലി എടുത്ത് 10 മിനിറ്റ് നല്ല ചൂട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം കുടംപുളി എടുത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സോക്ക് ചെയ്ത് വെച്ച മുളക് എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കാവേ. ഇനി ഒരു മൺചട്ടിയിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ച പേസ്റ്റ് മുഴുവനായിട്ടും ഞാൻ ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഒരു മീനിൻ്റെ അളവിനാണ് ഞാൻ ഇത് ചേർക്കുന്നത്. അതിലേക്ക് കുടംപുളി ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഒരു തിള വന്നിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മീൻ അങ്ങ് ഇട്ട് കൊടുക്കുക. ഈ മീൻ വേകാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. 1-1.5 മിനിറ്റ് കൊണ്ട് കറി റെഡിയായി കിട്ടും. ഇതിനകത്ത് സാധാരണ മീൻ കറി വെക്കുന്ന പോലെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും വഴറ്റി ചേർക്കുന്നില്ല. എളുപ്പത്തിലുള്ള കറിയാണ്. ഗ്രേവി എല്ലാം മീനിൻ്റെ മേളിലൊന്ന് വരത്തക്ക രീതിയിൽ ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് മീനൊന്ന് ചട്ടിയൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവിയൊന്നും ഇടരുത്, പെട്ടെന്ന് ഉടഞ്ഞു പോണ മീനാണ്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ആ ഗ്രേവി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കോട്ടെ. ഇപ്പോൾ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് വറ്റി. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒരു 1-1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി 1-1.5 സ്പൂണ് തേങ്ങാപ്പാൽ പൊടിയാണ് മിക്സ് ചെയ്തേക്കുന്നതിനകത്ത്. തേങ്ങാപ്പാൽ ചേർക്കുന്നവർ അത് തന്നെ ചേർത്താലും മതി. പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ചട്ടിക്ക് നല്ല ചൂടായത് കാരണം അതിനകത്തിരുന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കും, ചിലപ്പം പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ കൊണ്ട് എടുത്തൊന്ന് ചുറ്റിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി. ഇനി ഇതിലേക്കൊന്ന് താളിച്ചും കൂടെ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാവേ. ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഗ്രേവി കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്തോണം. അതുപോലെ എരിവ് വേണ്ടവർ എരിവും കൂടുതൽ ചേർത്തോണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് കറി വെച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്